ഇപ്പോൾ ഗായത്രി ഗായിക ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി ഗായത്രി, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാം അഭിമാനത്തോടെ പറയാവുന്ന ഒരു പേരായിരുന്നു. അത് ആസ്വാദകരെ കൊണ്ടും അദ്ദേഹം തന്നെ ഈ തബലയെന്ന വാദ്യോപകരണത്തെ കൂടുതൽ ജനകീയമാക്കുകയും ഒക്കെ ചെയ്തതിലൂടെ അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ലോകത്തിന് മുന്നിൽ അടയാളപ്പെടുത്തിയാണ് യാത്ര പറയുന്നത്. എങ്ങനെയാണ് താങ്കൾ ഓർത്തെടുക്കുന്നത്? ഉസ്താദ് ജാക്കിർ ഹുസൈൻ എന്നുള്ളൊരു ഫിനോമിനൻ ഇനി ഉണ്ടാവില്ല. അതായത് ഇറപ്ലേസബിൾ ആയിട്ടുള്ളൊരു വലിയൊരു ലെജൻഡ്. അപ്പൊ ഞാൻ പറയേണ്ട കാര്യമില്ല. പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ന്യൂസ് ഇപ്പോഴും പ്രോസസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ജാക്കിർ ഭായി ഇല്ലാത്തൊരു വേൾഡ്, ഇല്ലാത്തൊരു മ്യൂസിക്കൽ വേൾഡ് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. ഞാൻ ഒരു കഴിഞ്ഞ 7 വർഷമായിട്ട് മുംബൈയിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിനു ശേഷം എനിക്ക് ഒരുപാട് സൗഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒപ്പം ഒരുപാട് ടൈം ചെലവഴിക്കാനായിട്ട്. കാരണം എന്റെ ഹസ്ബൻഡ് സിത്താർ പൂർബായൻ ചാറ്റ് കുറെ ഷോസിന് വായിച്ചിട്ടുണ്ട്. എന്റെ ഗസൽ ട്രാക്കിന് അദ്ദേഹം വായിച്ചു. അത് അദ്ദേഹം എനിക്ക് ജീവിതത്തിൽ തന്ന ഏറ്റവും വലിയ വരമാണ്. അപ്പൊ അങ്ങനെ വ്യക്തിപരമായി അങ്ങനെ അടുപ്പം കൂടി പുലർത്താൻ സാധിച്ചു, വേദികൾ പങ്കിടാൻ സാധിക്കുന്നു. താങ്കളുടെ സംഗീത യാത്രയുടെ ഭാഗമൊക്കെ ആകുമ്പോൾ അങ്ങനെ കൂടുതൽ സംസാരിക്കാനോ ഇടപഴകാനോ ഒക്കെ സാധിച്ചിരുന്നോ? യെസ്, എന്തായാലും ഗായത്രിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ വലിയ സൗഭാഗ്യം കൂടി, പ്രത്യേകിച്ച് അവരുടെ ഒരു കലാസൃഷ്ടിയുടെ ഭാഗമായി എന്നത് തന്നെയാണ്. ലല്ലു ചേരുന്നുണ്ട്. ലല്ലു ഒരു പ്രതിഭ, ജനനം കൊണ്ട് തന്നെ പ്രതിഭയായ ആളായിരുന്നു സാക്കിർ ഹുസൈൻ എന്ന് നമുക്ക് പറയാം. അച്ഛൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നു. 7ാമത്തെ വയസ്സിൽ പകരക്കാരനായി അല്പനേരം വേദിയിലുണ്ടാകുന്നു. 12ാമത്തെ വയസ്സിൽ ഉറപ്പിച്ച് ഒരു സംഗീത വിരുന്നിൻ്റെ ഭാഗമാകുന്നു. യെസ്, ഇപ്പോൾ ഗായത്രി വീണ്ടും ചേരുന്നുണ്ട്. ശ്രീമതി ഗായത്രി, താങ്കൾ നേരത്തെ പറഞ്ഞെടുത്ത് അവിടെ താങ്കളെപ്പോലെ അങ്ങനെ ഒരു ഭാഗ്യമൊക്കെ മലയാളത്തിൽ വളരെ കുറച്ച് പേർക്കേ ലഭിച്ചിട്ടുണ്ടാവുകയുള്ളൂ. എങ്ങനെയാണ് വ്യക്തിപരമായൊക്കെ ഏത് നിലയിൽ ഒരു സംഗീതത്തിനപ്പുറത്തുള്ള സാക്കിർ ഹുസൈൻ എന്ന വ്യക്തിയുടെ ഇടപെടലും മറ്റുമൊക്കെ എങ്ങനെയായിരുന്നു? വളരെ സ്നേഹത്തോടു കൂടി, വളരെയധികം നമുക്ക് ഒരിക്കലും തോന്നില്ല ഇങ്ങനെ ഒരു ഇന്റർനാഷണൽ ഫിനോമിനൻ ആണ് എന്നുള്ളത്. കാരണം അത്രയ്ക്ക് ഹ്യൂമിലിറ്റിയും അത്രയ്ക്ക് വിനയവും അത്രയ്ക്ക് സ്നേഹവും നിറഞ്ഞൊരു മനുഷ്യനായിരുന്നു. എപ്പോഴും കാണുമ്പോഴും കുറെ തമാശകൾ പറയും. നമ്മുടെയൊക്കെ സ്റ്റുഡിയോയിൽ വന്നിട്ട് കുറെ ടൈം നമ്മുടെ ഒപ്പം, എന്റെയും ഹസ്ബൻഡ് ഒപ്പം ചെലവഴിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ബോംബെ യൂണിവേഴ്സിറ്റി 2 വർഷം മുമ്പ് ബിലെറ്റ് ഡോക്ടറേറ്റ് കൊടുത്തപ്പം അദ്ദേഹം 20 പേരെ ക്ഷണിച്ചിരുന്നുള്ളൂ ആ ഫംഗ്ഷനിൽ. പ്രൈവറ്റ് ഫംഗ്ഷൻ ആയിരുന്നു. അതിന് ഞങ്ങളെയും ക്ഷണിച്ചിരുന്നു. പിന്നെ അതിനുശേഷം ഒരു ഗ്രാൻഡ് ഡിന്നർ ഞങ്ങൾക്ക് ചെലവ് തന്നിരുന്നു ഒരു 5 സ്റ്റാർ ഹോട്ടലില്. അദ്ദേഹത്തിന്റെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുക, ഇതൊക്കെ എന്താ പറയാ, എനിക്കത് പറഞ്ഞറിയിക്കാൻ പോലും പറ്റില്ല. ഞാൻ പണ്ട് കേരളത്തില് പ്ലേബാക്ക് സിംഗറായി വളർന്നു വരുന്ന കാലത്ത് ഇദ്ദേഹത്തിന് ടിവിയിൽ മിലേ സുർ മീരാ തുമ്ഹാര അറിയാലോ, അതില് ആ ടിവിയിൽ അന്ന് ദൂരദർശനിൽ ചെറുപ്പത്തിൽ കാണുമ്പോ ഇങ്ങനെ ഞാൻ കണ്ണും തുറപ്പിച്ച് അഡ്മിറേഷനോട് കൂടി സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തിന്റെ ഈ മാന്ത്രിക ശബ്ദമുണ്ടല്ലോ തബലയിൽ നിന്ന്, അത് കേൾക്കാൻ അഴകാണെങ്കിൽ അതിലും 100 അഴകാണ് അദ്ദേഹം ഒരു വേദിയിലേക്ക് ഇരുന്നു കൊണ്ട് ഇത് വായിക്കുമ്പോൾ. അബ്സല്യൂട്ട്ലി അത്ര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു. പിന്നെ ഈവൻ സംസാരിക്കുന്നത് എപ്പോഴും എല്ലാവരെയും പ്രശംസിക്കുന്ന സ്വഭാവം, എപ്പോഴും യങ്സ്റ്റേഴ്സിനെ എൻകറേജ് ചെയ്യുക, യാതൊരു സെൽഫ് ഒബ്സെഷനും ഇല്ലാതെ. ഹി വാസ് സച്ച് എൻ ഇവോൾവ്ഡ് മാൻ, സോ ഡിറ്റാച്ച്ഡ് ഫെയിമിൽ നിന്നും അല്ലെങ്കിൽ ഫൈനാൻസിൽ നിന്നും ഒരു ഫ്ലാഷി ലൈഫ് സ്റ്റൈലും ഇല്ലാത്തൊരു വളരെ സിമ്പിൾ മ്യൂസിക്കിന് വേണ്ടി മാത്രം, അതായത് പേഴ്സോണിഫിക്കേഷൻ ഓഫ് മ്യൂസിക് എന്ന് പറയാലോ, അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു അദ്ദേഹം. അപ്പോൾ ഇതൊരു ഇദ്ദേഹത്തിന് ഇനി ഒരു റീപ്ലേസ്മെന്റ് ഇല്ല. ഞാൻ പറഞ്ഞു 4 തവണ ഗ്രാമി പുരസ്കാരം നേടിയ ഒരാളാണ്. അതെ, 4 ടൈം ഗ്രാമി വിന്നർ പ്ലസ് പത്മവിഭൂഷൺ, ജപ്പാനിലെ ഹയസ്റ്റ് ഓണർ, കോയിട്ടോ പ്രൈസ്, ഇനി ഒന്നും അദ്ദേഹത്തിന് അച്ചീവ് ചെയ്യാനൊന്നും ബാക്കിയില്ല. അത്രയധികം ഒരു ഇതിഹാസത്തിന് ചെയ്യാവുന്നതിലപ്പുറം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. റൈറ്റ്, അങ്ങനെ ഒരു ഇതിഹാസമാണ് ഇത്രമേൽ ലളിതമായി ഇടപെട്ടത് എന്നുള്ളതാണ്
ഗായിക കൂടിയായ ഗായത്രി, വളരെയധികം നന്ദി ഞങ്ങളോട് ഈ അനുഭവം പങ്കുവച്ചതിനെ. ഇപ്പോൾ